ഹലോ, എല്ലാവർക്കും ജസ്റ്റ് ഈസി ലേണിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് വിചിത്രമായ PSC ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ PSC ഇപ്പം ഈ ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. വരുന്ന പരീക്ഷകളിലെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ തന്നെയാണ്. അതിന്റെ ഏറ്റവും ഷോർട്ട് കട്ടുകളും അത് ചെയ്യാനുള്ള ട്രിക്കുകളും ഒക്കെ തന്നെ നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. പൊട്ടും സമയം കളയാൻ ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് എക്സെട്ര. ഇതിന്റെ വാല്യൂ എത്രയാണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക? ഓൾറെഡി ഇതെന്താണ്, റിപ്പീറ്റിംഗ് റെക്കറിങ് സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. റിപ്പീറ്റ് ചെയ്ത് ഒരേ രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു സീരീസ് ആണ്. അപ്പൊ ഇതിന്റെ വില എത്രയാണെന്ന് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നിരിക്കുന്ന സംഖ്യയുടെ ഘടകങ്ങൾ എഴുതുക. ഓക്കെ, തന്നിരിക്കുന്ന സംഖ്യ ഏതാണ്? 6. 6ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ് അല്ലെ. 2 ഗുണം 3 ആണ് 6 എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും ഘടകങ്ങൾ ഇതിനുണ്ടോ? ഇല്ല. അപ്പോൾ ആദ്യം നമ്മൾ അതിന്റെ ഘടകങ്ങൾ എഴുതുക. ഘടകങ്ങൾ എഴുതിയതിന് ശേഷം തമ്മിൽ ചെറിയ സംഖ്യ ഏതാണോ അത് ആദ്യം എഴുതുക. തമ്മിൽ ചെറിയ സംഖ്യ ഇവിടെ ഏതാണ്? 2 അല്ലേ. വലിയ സംഖ്യ ഏതാണ്? 3 ആണ്. പ്ലസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ വലിയ സംഖ്യയായിരിക്കും ഉത്തരം. മൈനസ് ആണ്, നേരെ മറിച്ച് നിങ്ങളോട് ഇവിടെ √6 മൈനസ് ഇങ്ങനെ മൈനസ് ആണ് തന്നിരുന്നതെങ്കിൽ ചെറിയ സംഖ്യ ഏതോ അതാണ് ഉത്തരം. മനസ്സിലായോ? റെക്കറിംഗ് സീരീസ് തന്നിട്ട് സ്ക്വയർ റൂട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി എന്താണ്? ആദ്യം അതിന്റെ ഘടകങ്ങൾ എഴുതുക. 6 എന്ന് പറഞ്ഞാൽ 2 ഗുണം 3 ആണ്. പ്ലസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ, എല്ലാ സംഖ്യകളും കൂട്ടുവാണ് ചെയ്യുന്നതെങ്കിൽ തമ്മിൽ വലിയ സംഖ്യ ഏതോ അതാണ് ഉത്തരം. നേരെ മറിച്ച് മൈനസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ തമ്മിൽ ചെറിയ സംഖ്യ ഏതാണോ അതാണ് ഉത്തരം. ഇവിടെ നമ്മളോട് പ്ലസ് ആ തന്നിരുന്നേ അല്ലെ. ഇപ്പൊ പ്ലസ് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം ഇവിടെ ഏതായിരിക്കും? 3 ആയിരിക്കും. കണ്ടോ? വളരെ എളുപ്പത്തിൽ, എത്ര നിസ്സാര സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ. പ്രീവിയസ് ഇയർ ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 2n എന്ന് പറയുന്നത് 128 ആണ്. അങ്ങനെയാണെങ്കിൽ n-ന്റെ വില കാണുക. എങ്ങനെ കാണാൻ പറ്റും? നോക്കിയേ, സ്ക്വയർ റൂട്ട് ഓഫ് 2n. അപ്പൊ ആദ്യം നമ്മൾ ഈ സ്ക്വയർ റൂട്ട് അങ്ങ് കളഞ്ഞേക്കണം കേട്ടോ. സ്ക്വയർ റൂട്ട് ഒക്കെ വരുന്ന ചോദ്യങ്ങൾ അതങ്ങ് കളയുവാണെങ്കിൽ നമുക്ക് ചോദ്യം കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കളഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാലും അങ്ങ് കളഞ്ഞേക്കും, നമുക്ക് ഇതിന്റെ ഒരു ബേർഡൻ വേണ്ടല്ലോ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 6നെ 6 ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ ചെയ്താൽ മതി. സ്ക്വയർ റൂട്ട് കളയാൻ സ്ക്വയർ ചെയ്യുക, സ്ക്വയർ കളയാൻ സ്ക്വയർ റൂട്ട് ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് a എന്ന് പറഞ്ഞാൽ അതിന്റെ വർഗം എടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? a ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 2n ആക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ വർഗം എടുത്താൽ മതി. ഒരു സൈഡിൽ വർഗം എടുത്താൽ തൊട്ടപ്പുറത്തും വർഗം എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പും. ഇപ്പൊ ഒരു സൈഡിൽ വർഗം എടുത്താൽ തൊട്ടപ്പുറത്തും നമ്മൾ എന്ത് ചെയ്യണം? വർഗം എടുക്കണം. അപ്പൊ ഇവിടെ എന്തായിട്ട് മാറി? 2n എന്ന് മാറി. ഇനി ഇവിടെ എന്തായിട്ട് മാറി? 128 ഗുണം 128. ശരിയല്ലേ? സ്ക്വയർ ആണ്, അതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി എന്താ ചെയ്യണ്ടേ? ഇവിടെ നമുക്ക് n-ന്റെ വിലയാ കണ്ടുപിടിക്കണ്ടേ. എപ്പോഴും പവർ ആയിട്ടുള്ള ഒരു സാധനം തന്നിട്ട് പവർ കാണാനാണ് പറയുന്നതെങ്കിൽ ഈക്വൽ ടുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആൾക്കാർ തുല്യമായിട്ട് എഴുതണം. അവരുടെ ബേസ് തുല്യമായിരിക്കണം. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 എന്നുള്ളൊരു ടേം ആയിട്ടേ അവിടെ നമുക്ക് എഴുതാൻ പാടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ? 128നെ 2ന്റെ ടേംസിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റാൻ ഈ 128നെ 2ഉമായിട്ട് ഹരിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ലസാഗു കാണത്തില്ലേ, LCM എടുക്കുന്ന പോലെ തന്നെ 2 മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. വേറെ സംഖ്യ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. 2 വെച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെയല്ല, വേറെ ചില കേസൊക്കെ വരുമ്പോൾ 4 ഒക്കെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 4 മാത്രം ഉപയോഗിക്കുക. 3 വരുന്നെങ്കിലോ 3 മാത്രം ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ 2 വന്നത് കൊണ്ട് നമ്മൾ ഇതിനെ 2 വെച്ച് മാത്രം ലസാഗു കണ്ടുപിടിക്കുക. ചെയ്യാലോ? 128നെ 2ഉമായിട്ട് ഹരിക്കാൻ പോവാണ്. 6 ഗുണം 2 ആണ് 12, 4 ഗുണം 2 ആണ് 8. വീണ്ടും 2ഉമായിട്ട് ചെയ്യോ? 3 കിട്ടും, 2 എന്ന് കിട്ടി. വീണ്ടും 2ഉമായിട്ട് ഹരിക്കാലോ? 16 എന്ന് കിട്ടി. വീണ്ടും 2ഉമായിട്ട് ഹരിച്ചോ? 16 2ഉമായിട്ട് ഹരിച്ചാൽ 8. വീണ്ടും 2ഉമായിട്ട് ഹരിച്ചാൽ 4.
വീണ്ടും 2 ഹരിച്ചാൽ 2 എന്ന് കിട്ടി. ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ഒന്നും കൂടെ എഴുതിക്കോ, നിങ്ങൾക്കൊരു സമാധാനത്തിന് 1 എന്ന് കിട്ടി. അല്ലെങ്കിൽ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക, എന്നിട്ട് മൊത്തത്തിലുള്ള 2കൾ അങ്ങ് എണ്ണി നോക്കിയാൽ മതി. അപ്പം എണ്ണിക്കോ, 1 2 3 4 5 6 7. എത്ര തവണ വന്നു? 2 7 തവണ വന്നു. അപ്പോൾ ദേ 2⁻7 എന്ന് എനിക്ക് എഴുതി കൊടുക്കാം. 10 തവണ വന്നിരുന്നെങ്കിലോ 2⁻10 എന്ന് എഴുതിയേനെ. ഗുണം ഈ 128നെ നമുക്കിങ്ങനെ തന്നെ എഴുതാമല്ലോ, 2⁻7 എന്ന് തന്നെ എഴുതി കൊടുത്തു. ഇനി നോക്കിക്കേ, ഇവിടെ 7 ആണ്, ഇവിടെ 7 ആണ്. ഇവിടെ രണ്ടും സെയിം ആണ് ബേസ്. എപ്പോഴും ബേസ് സെയിം ആണ്, ഗുണനവുമാണ് വന്നിരിക്കുന്നതെങ്കിൽ പവറുകളെ തമ്മിൽ കൂട്ടാം. അതായത് a⁻m × a⁻n ആണെങ്കിൽ a⁻m+n നമുക്ക് എഴുതി കൊടുക്കാം. ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ എന്ത് ചെയ്യാം, എനിക്ക് അവരുടെ പവറുകൾ തമ്മിൽ കൂട്ടാം. അപ്പൊ പവർ ഇവിടെ വ്യത്യസ്തമായിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല, കൂട്ടാം കേട്ടോ. അപ്പൊ എങ്ങനെയാ ചെയ്യാ? 2⁻7 + 7 എത്രയാണ്? 14. കണ്ടോ, 2⁻14 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇവിടെ 2⁻n ആയിരുന്നേ. അപ്പൊ 2⁻n എന്ന് പറയുന്നത് 2⁻14 തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ n-ന്റെ വില എത്ര? 14. കണ്ടോ, നമ്മൾ ആൻസർ കണ്ടുപിടിച്ചേ. അപ്പൊ n-ന്റെ വാല്യൂ എത്രയാണ്? 14 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യുക? ബേസ് വെച്ച് അങ്ങ് ചെയ്യുക. ഇവിടെ ബേസ് ഏതാണോ അത് തന്നെ ഇവിടെയും കിട്ടണം. അപ്പൊ എന്ത് ചെയ്യുക? ആ സംഖ്യേനെ ഈ ബേസുമായിട്ട് അങ്ങ് ഹരിച്ച് 1 കിട്ടുന്നത് വരെ ഹരിക്കണം. നമ്മൾ ലസാഗു കാണുന്ന പോലെ ചെയ്യുക. എന്നിട്ട് എത്ര തവണ ആ നമ്പർ റിപ്പീറ്റ് ചെയ്ത് വന്നു എന്ന് നോക്കുക. ആ പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കിക്കേ. 0.2 4⁴ × 0.27 ഡിവൈഡഡ് ബൈ 0.03 ദ ഹോൾ ക്യൂബ്. ലഘൂകരിക്കുക, സിംപ്ലിഫിക്കേഷൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എഴുതുക. സാധാരണ കുട്ടികൾക്ക് ഈ കുത്തും ഈ ദശാംശമൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അങ്ങനത്തെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്ത് തെറ്റിക്കുകയും കൂടെ ചെയ്യും. ഇത് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് കുറേ രീതിയിൽ ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളായിട്ടൊരു വഴി പറഞ്ഞു തരാം. ആദ്യം പോയിന്റ് ഇല്ലാതെ ആ സംഖ്യകളെല്ലാം അങ്ങോട്ട് എഴുതുക. പോയിന്റ് ഇല്ലാതെ എഴുതാലോ. അപ്പൊ നോക്കിക്കേ, 2 എത്ര തവണ എഴുതണം? 4 തവണ എഴുതണം. അപ്പൊ 2⁻4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 × 2 × 2 × 2 എന്നങ്ങ് എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. ഇൻറ്റു എന്താണ് 27. 0.27 നമ്മൾ എങ്ങനെ എഴുതാൻ പോവാണ്? 27 എന്ന് എഴുതാൻ പോവാണ്. ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? 3 ആണ്. 3 എത്ര തവണ വന്നു? 3 തവണ വന്നു. അപ്പൊ 3 × 3 × 3 എന്ന് എഴുതി കൊടുത്തു. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? പോയിന്റ് ഒന്നും ഇല്ലാതെ ആ സംഖ്യകളെ മാത്രം എഴുതി. പവർ ഉള്ള സംഖ്യകളെ പവർ മാറ്റി എഴുതാൻ ഒന്ന് ശ്രദ്ധിച്ചോണം, പവർ വിട്ട് പോകരുത് കേട്ടോ. ഇനി നമുക്ക് വെട്ടി ഇത് സോൾവ് ചെയ്യാലോ. ചെയ്തോ. 3ഉം 27ഉം കൂടെ വെട്ടാലോ. 3 × 9 ആണ് 27. 3 × 1 3. ഇനി 3 × 1 3, 3 × 3 9. മുകളിലും താഴെയും ഒരേ സംഖ്യ വന്നാൽ വെട്ടിക്കളയുക, 1 എന്ന് എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ അതെ, എല്ലാം വെട്ടിപ്പോയി. ഇനി ഇവിടെ എന്തേ ഉള്ളൂ? 2⁻4 മാത്രമേ ബാക്കിയുള്ളൂ. ഗുണിക്കാലോ. ചെയ്തോ. 2 × 2 4, 4 × 2 8, 8 × 2 16. അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു? 16 എന്ന് വന്നു. കഴിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യണം? പോയിന്റുകളെ കുറിച്ച് ആലോചിക്കണം. പോയിന്റിനെ കുറിച്ച് നോക്കാലോ. ഇവിടെ നോക്കിക്കേ, പോയിന്റിന് ശേഷം എത്ര സംഖ്യ? 2 സംഖ്യ ആണല്ലോ. ആ 2 സംഖ്യയെ നമ്മുടെ പവറുമായിട്ട് ഗുണിക്കണം. അതായത് 2 സംഖ്യ 3 തവണ വന്നിട്ടില്ലേ? അപ്പൊ എത്ര വർഷം വന്നു? 2 4 6 6 തവണ വന്നു. അപ്പൊ പോയിന്റിന് ശേഷമുള്ള സംഖ്യകൾ എണ്ണി നോക്കുക. ഇവിടെ 0.03 ആണ്, 3 തവണ വന്നിട്ടുണ്ട്. 0.03 03 03. അപ്പൊ എത്ര തവണ വന്നു? 6 തവണ വന്നു. അത് ചെയ്യാനുള്ള എളുപ്പം എന്താണ്? ഇവിടെ എത്ര സംഖ്യ ഉണ്ട്? 2 സംഖ്യ. ആ 2 സംഖ്യയെ നമ്മളുടെ പവറുമായിട്ട് അങ്ങ് ഗുണിക്കുക. കണ്ടോ. അപ്പൊ 3 × 2 എത്ര തവണ വന്നു? 6 തവണ വന്നു. ഞാനത് താഴെ എഴുതി.
ഇനി മുകളിൽ നോക്കിക്കേ, പോയിന്റിന് ശേഷം എത്ര സംഖ്യയുണ്ട്? ഇവിടെ 2 എണ്ണം ഉണ്ട്, അതവിടെ നിന്നോട്ടെ. ഇവിടെയോ? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പർ. അങ്ങനെ എത്ര തവണ വന്നു? 4 തവണ വന്നു. അപ്പൊ ഇവിടെ 4 നമ്പേഴ്സും വന്നു, ഇവിടെയോ 2 എണ്ണം. അപ്പൊ 4ഉം 2ഉം 6 സംഖ്യ. അപ്പൊ മുകളിലും 6 സംഖ്യ വന്നു, താഴെയും 6 സംഖ്യ വന്നു. മുകളിലും താഴെയും ഡെസിമലുകളുടെ എണ്ണം ഒരുപോലെയാണെങ്കിൽ വെട്ടിപ്പോവും. നമ്മുടെ ഉത്തരത്തിൽ എന്തുണ്ടാവില്ല? ഡെസിമൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഉത്തരം 16 എന്ന് തന്നെ കിട്ടും. മനസ്സിലായോ? അപ്പൊ ദശാംശത്തിന് ശേഷം എത്ര സംഖ്യകൾ വരുന്നുണ്ടെന്ന് എണ്ണി നോക്കുക. ഇവിടെ 3 തവണ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ എങ്ങനെ എഴുതുക? 0.03 ഇൻറ്റു 0.03 ഇൻറ്റു 0.03 ഇങ്ങനെയല്ലേ എഴുതുക? അപ്പൊ 2, 4, 6. അപ്പൊ മൊത്തം എത്ര സംഖ്യ വന്നു? 6 സംഖ്യ വന്നു. മുകളിലും അങ്ങനെ തന്നെയല്ലേ? ഇവിടെ 2 എണ്ണം ഉണ്ട്, പോരാഞ്ഞിട്ട് ഇവിടെ 4 എണ്ണം വരുന്നുണ്ട്. 0.2 0.2 0.2 അങ്ങനെ 4 തവണ എഴുതിയാൽ പോയിന്റിന് ശേഷം എത്ര സംഖ്യകൾ? 4 സംഖ്യകൾ. അപ്പൊ 4ഉം 2ഉം 6. അപ്പൊ നമ്മൾ ഇവിടെ 6 എന്ന് എഴുതി, ഇവിടെ 6 എന്ന് എഴുതി. മുകളിലും താഴെയും ഒരേ ദശാംശ സംഖ്യകളാണെങ്കിൽ രണ്ടും വെട്ടിപ്പോവും. നമുക്ക് ഫൈനലി ഉത്തരത്തിൽ എന്തുണ്ടാവില്ല? ദശാംശം ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ. ഇനി നേരെ മറിച്ച് എൻ്റെ അടുത്ത് ഇവിടെ ചെയ്തപ്പോൾ എനിക്ക് 5 കിട്ടിയത്, ഇവിടെ 6 ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പം എവിടെയാണോ കുറവ്, അവിടെ എത്ര കുറവുണ്ടോ അത്രയും 0 ഇട്ട് കൊടുക്കണം. ഇവിടെ നോക്കിക്കേ, ഇവിടെ 5 ഉള്ളൂ, ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അപ്പൊ 5 എന്ന് പറയുമ്പോൾ അവിടെ എത്ര കുറവ് വന്നു? ഒരെണ്ണം അല്ലേ കുറവ് വന്നേ? താഴെ 6 ഉണ്ടായിരുന്നു, മുകളിൽ 5 ഉള്ളൂ. അപ്പൊ അവരെ തമ്മിൽ നോക്കുമ്പോൾ മുകളിൽ എത്ര എണ്ണം കുറവാണ്? ഒരെണ്ണം കുറവാണ്. അപ്പൊ മുകളിൽ എന്ത് ചെയ്യണം? ഒരു 0 ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഉത്തരം എത്ര ആയേനെ? 160 എന്ന് കിട്ടിയേനെ. എവിടെയാണോ കുറവ്, എത്ര കുറവുണ്ടോ അത്രയും 0. ഇവിടെ ഇപ്പൊ 5 ആയിരുന്നു, ഇവർ തമ്മിലുള്ള വ്യത്യാസം 1, അതുകൊണ്ട് ഞാൻ മേളിൽ ഒരു 0 ഇട്ട് കൊടുത്തു. ഇവിടെ 2 ആയിരുന്നു എന്ന് വിചാരിക്കുക. 2 ആണെങ്കിലോ താഴെ 6ഉം മുകളിൽ 2ഉം. അപ്പൊ എത്ര കുറവുണ്ട്? 4 കുറവുണ്ട്. 4+2 അല്ലേ 6 എന്ന് പറയുന്നേ. അങ്ങനെയാണെങ്കിൽ മുകളിൽ ഞാൻ 4 0 ഇട്ട് കൊടുക്കണം. കാര്യം മനസ്സിലായോ? എവിടെയാണോ കുറവ് അവിടെ അത്രയും 0 ഇട്ട് കൊടുക്കുക. ഇനി നേരെ മറിച്ച് തിരിഞ്ഞായിരുന്നെങ്കിലോ, ഇവിടെ എനിക്ക് 6 എന്നും ഇവിടെ എനിക്ക് 4 എന്നും ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നോക്കിക്കോ, സെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെ താഴെ 4 ഉള്ളൂ. താഴെ ഇനി എത്രയും കൂടെ വേണം? 2 എണ്ണം കൂടെ കിട്ടണം, എങ്കിലല്ലേ ഇവർ തുല്യമാവത്തുള്ളൂ. അപ്പൊ താഴെ എന്ത് ചെയ്യുക? 2 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 16/100 എന്ന് നമുക്ക് ഉത്തരം കിട്ടിയേനെ. 16/100 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.16. 2 സംഖ്യ വിട്ടിട്ട് കുത്തിട്ട് കൊടുക്കുക. അതല്ലേ താഴെ 100 വന്നാൽ അതിന്റെ അർത്ഥം. ഇതുപോലെ നമുക്ക് തരുന്ന ചോദ്യത്തില് പോയിന്റ് എവിടെയാണോ കുറവ് അവിടെ 0 ഇട്ട് കൊടുക്കാൻ മറക്കരുത്. താഴെയാണ് കുറവെങ്കിൽ താഴെ അത്രയും 0s ഇട്ട് കൊടുക്കുക. മുകളിലാണ് കുറവെങ്കിൽ അവിടെ അത്രയും 0 ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ജനറലി ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പം ചെയ്യുന്നത്. വേറൊരു രീതിയുണ്ട്, അതും കൂടെ പറഞ്ഞു തരാമേ. അത് കുറച്ചുകൂടെ സമയം എടുക്കും, എന്നാലും നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായി തോന്നുന്നത് അങ്ങനെ ചെയ്യാം. 0.2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 2/10 എന്നാണ് അല്ലെ. പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പർ, അപ്പൊ താഴെ ഒരു 0. അങ്ങനെ എത്ര തവണ വന്നു? 4 തവണ വന്നു. എഴുതിക്കോ, 2/10 ഗുണം 2/10 ഗുണം 2/10 ഗുണം 2/10. ഞാൻ 4 തവണ എഴുതി കൊടുത്തു. അടുത്ത നോക്കിക്കേ, 0.27. 0.27 എന്ന് പറഞ്ഞാൽ 27/100. ശരിയല്ലേ? 2 സംഖ്യ വന്നുകൊണ്ട് താഴെ എന്ത് ചെയ്യണം? 2 0 ഇട്ട് കൊടുക്കണം. ഇനി ഡിവൈഡഡ് ബൈ, താഴെ ആരാ ഉള്ളേ? 0.03 എന്നാ ഉള്ളത്. അപ്പൊ നോക്കിക്കേ, 0.03 നമ്മൾ എങ്ങനെ എഴുതും? 3/100 എന്ന് എഴുതും. ശരിയല്ലേ? 0.03 എന്ന് പറയുമ്പോൾ 2 സംഖ്യ വരുന്നുണ്ട്. 2 എണ്ണം വരുമ്പോൾ 2 0 താഴെ ഇട്ട് കൊടുക്കണം. അപ്പൊ 0.03 ദ ക്യൂബ് ആ വന്നേക്കുന്നത്. അപ്പൊ ഇത് എത്ര തവണ വരും? 3 തവണ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 3/100 ഗുണം 3/100 ഗുണം 3/100 എന്ന് എഴുതി കൊടുക്കാം. ശരിയല്ലേ? ഇനി നോക്കിക്കേ, ഇവിടെ എനിക്ക് ഓൾറെഡി ഒരു ഫ്രാക്ഷൻ ഉണ്ട്. അപ്പൊ ഓൾറെഡി ഒരു ഫ്രാക്ഷൻ ഉള്ളപ്പോൾ നമുക്കിത് വെട്ടാനൊക്കെ എങ്ങനെയാണെന്നൊക്കെ കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന കേസിൽ ഓൾറെഡി ഒരു ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ താഴെ കിടക്കുന്ന ഫ്രാക്ഷനെ എന്താക്കി മാറ്റണം? ഹരണത്തിൽ നിന്നും ഗുണനമാക്കി മാറ്റുക. ഹരണത്തിനെ ഗുണനമാക്കാൻ ഈ നമ്പർ നേരെ അങ്ങ് തിരിഞ്ഞിട്ടാൽ മതി കേട്ടോ. അപ്പൊ എന്ത് വരും? ഇൻറ്റു, ഹരണം മാറ്റുവാണ് ഞാൻ. ഹരണം മാറ്റുമ്പോൾ ഇൻറ്റു ആകും. അപ്പൊ 3/100 എന്തായിട്ട് മാറും?
100/3 മാറി. അടുത്തതും അതുപോലെ തന്നെ ഇൻറ്റു 100/3 ഇൻറ്റു 100/3. കണ്ടോ? ഇപ്പൊ താഴെ നമ്മുടെ ഡെസിമലിൽ കിടക്കുന്ന സംഖ്യയെ ഗുണനമാക്കി എഴുതണമെങ്കിൽ അതിന്റെ നേരെ റെസിപ്രോക്കൽ എഴുതാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ നേരെ അതിനെ ക്രോസ് ചെയ്തങ്ങ് എഴുതി. ഇവിടെ ഒരു 100 ഉണ്ട്. ഈ 100ഉം വെട്ടിപ്പോയി. ദേ 0 പോയി, ഒരു 0, ഈ ഒരു 0ഉം ഈ ഒരു 0, ഈ ഒരു 0, ഈ ഒരു 0, ഈ ഒരു 0യും ഈ ഒരു 0യും വെട്ടി. അപ്പൊ നോക്കിക്കേ, നമ്മുടെ സീറോസ് എല്ലാം വെട്ടിപ്പോയി. ഇനി വെട്ടാലോ? 3 × 9 ആണ് 27, 3 × 1 ആണ് 3, 3 × 1 3, 3 × 3 9, 3 × 1 3, 3 × 1 3. കണ്ടോ? എല്ലാം വെട്ടിപ്പോയില്ലേ? എന്തേ ബാക്കിയുള്ളൂ? 2 × 2 4, 4 × 2 8, 8 × 2 16. കണ്ടോ? ആൻസർ കിട്ടി 16. ഇങ്ങനെ ചെയ്ത് ഇതിപ്പോ 4 നമ്പറൊക്കെയാണ് കുഴപ്പമില്ല. ചിലപ്പോൾ 5ഓ 6ഓ ഒക്കെയാണ് നമുക്ക് പവർ തരുന്നതെങ്കിൽ എന്ത് ചെയ്യും? എല്ലാം കൂടെ എഴുതി വരുമ്പോൾ അവസാനം നമുക്ക് ഭ്രാന്ത് പിടിക്കും. എക്സാമിന് ഇത്രയൊന്നും ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ മെത്തേഡ് ഞാൻ പറയാത്തത്. മറ്റേ രീതിയിൽ തന്നെ ചെയ്തങ്ങ് പ്രാക്ടീസ് ചെയ്യുക. 2-3 ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണേ. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാൽ തെറ്റിക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. 7⁻2 × 7⁻4 ഡിവൈഡഡ് ബൈ 7⁻2. ഈ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സെയിം മോഡൽ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാ? 7⁻2 × 7⁻4 ഡിവിഷൻ അല്ലേ? ഡിവിഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഹരണമാക്കിയിട്ട് ബൈ ഇട്ട് എഴുതാം. 7⁻2 എന്ന് എഴുതി കൊടുക്കാം. മുകളിലും താഴെയും ഒരേ സംഖ്യ വന്നാൽ വെട്ടിക്കളയുക. ഉത്തരം എന്ത് വന്നു? 7⁻4 എന്ന് കിട്ടി. ഇപ്പം വലിയ വാല്യൂസ് ആണെങ്കിൽ പൊതുവെ അവർ ഉത്തരം എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാനൊന്നും പറയത്തില്ല. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഉത്തരം എഴുതാനേ പറയുള്ളൂ. ആൻസർ ഇവിടെ എത്രയാണ്? 7⁻4. ഇതിന് വേറൊരു രീതിയിലും ചെയ്യാലോ. നോക്കിയാലോ? 7⁻2 × 7⁻4 നമ്മൾ എന്താ പഠിച്ചത്? രണ്ടുപേരുടെയും ബേസ് സെയിം ആണെങ്കിൽ, ഗുണനവുമാണെങ്കിൽ പവറുകളെ തമ്മിൽ എന്ത് ചെയ്യാം? കൂട്ടാം. അപ്പൊ എനിക്ക് എന്ത് വരും? 4ഉം 2ഉം 6 എന്ന് കിട്ടി. 7�6 ഡിവൈഡഡ് ബൈ 7�2. ഈ ഡിവൈഡഡ് ബൈ വന്നാൽ അതിനെ ഗുണനമാക്കാൻ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചേ? നേരെ തലതിരിച്ചിട്ടാൽ മതി എന്ന് പഠിച്ചല്ലേ? റെസിപ്രോക്കൽ എഴുതിയാൽ മതി. പവറുള്ള സംഖ്യകളെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പം മൈനസ് വരും കേട്ടോ. പവറുള്ള സംഖ്യകളെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് എന്നായിട്ട് മാറും പവർ. അപ്പം 7�6 ഗുണം ഹരണത്തിന് ഞാൻ എന്താക്കി? ഗുണനമാക്കി. അപ്പം ഗുണമെന്ന് കിട്ടി. 7�2 എന്തായിട്ട് മാറി? 7⁻2 ആയിട്ട് മാറി. കണ്ടോ? അപ്പൊ ഹരണത്തിൽ കിടക്കുന്ന ആള് മുകളിലേക്ക് പോകുമ്പോ എന്താവും? പവർ എന്താണോ ആ പവറിനെ അങ്ങ് നെഗറ്റീവ് ആക്കി എഴുതുക. അത്രയേ ഉള്ളൂ. 7⁻2 എന്ന് കിട്ടി. ഇനി രണ്ടുപേരുടെയും ബേസ് സെയിം ആണ്. പവറുകൾ തമ്മിൽ എന്ത് ചെയ്യാം? കൂട്ടാം. അപ്പൊ 6 + -2 എന്ന് കിട്ടും. അപ്പൊ 7⁻6 + -2. പ്ലസും മൈനസും വന്നാൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറച്ചോ? 6ൽ നിന്നും 2 കുറച്ചാൽ 4. കണ്ടോ? 7⁻4 എന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടി. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോ സെയിം നമ്പർ ആയതുകൊണ്ടല്ലേ വെട്ടിപ്പോയത്. വ്യത്യസ്ത നമ്പർ ആയിരുന്നെങ്കിലോ? അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഈ രീതിയും കൂടെ പറഞ്ഞു തന്നെ കേട്ടോ. പവർ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ വളരെ സിമ്പിൾ. അതൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണെങ്കിലും എക്സ്പോണൻസിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല തറവായിരിക്കണം കേട്ടോ. പ്ലസ് വന്നാൽ എന്ത് ചെയ്യും? ഗുണനം വന്നാൽ എന്ത് ചെയ്യും? ഇതൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കി തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് നമ്മുടെ LDC മലപ്പുറം 2017 ചോദിച്ചൊരു ചോദ്യമാണ്. നമുക്ക് ജയേഷ് സംശയമായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടെയാണ് കേട്ടോ. നമുക്ക് ആ പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ 5⁻2 into 5�4 into 5�6 etc. up to 5⁻2n എന്ന് പറയുന്നത് 0.008 the whole raised to -30 തുല്യമാണെങ്കിൽ n-ന്റെ വില കാണുക. അതാണ് നമ്മളുടെ ചോദ്യം കേട്ടോ. 5⁻2 ഗുണം 5⁻4 ഗുണം എക്സെട്ര. നമ്മളൊരു അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ ആണ് അല്ലെ, സമാന്തര ശ്രേണികളിൽ വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റുക? ആദ്യം നോക്കിക്കേ, ഇവിടെ 2 4 6 2n വരെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇവരെല്ലാം ഒരുമിച്ച് എഴുതാലോ. എല്ലാവരുടെയും ബേസ് സെയിം ആണ്,
പവർ മാത്രമേ വ്യത്യാസമുള്ളൂ, ഗുണനവുമാണ് വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് എങ്ങനെ എഴുതാം? 5 2 + 4 + 6 + എക്സെട്ര അപ് ടു 2n ഇങ്ങനെ എഴുതിക്കൂടെ? നമ്മളിപ്പോൾ പഠിച്ച രീതിക്ക് തന്നെ എഴുതാം അല്ലേ? എല്ലാത്തിൻ്റെയും എന്താണ് ബേസ് സെയിം ആണ്, പവർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പം നമുക്ക് അവരെല്ലാം കൂടെ കൂട്ടിയിട്ട് അപ് ടു 2n വരെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ 0.008 എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ എങ്ങനെ എഴുതാം? 8/1 2 3 പൂജ്യം അല്ലേ? 0.008. അപ്പം 8/1000 എന്ന് എഴുതാം. -30 ആണ് അതിൻ്റെ പവർ തന്നേക്കുന്നത്. ഇനി ഇവിടെ എനിക്ക് 2 കോമൺ എടുത്തൂടെ? അപ്പം ഞാൻ 5/2 കോമൺ ആയിട്ട് അങ്ങ് എടുത്തേ. 2 കോമൺ എടുത്താൽ പിന്നെ എന്തേ ഉള്ളൂ? 2 × 1 2 പ്ലസ് 2 × 2 ആണ് 4 പ്ലസ് 2 × 3 ആണ് 6 പ്ലസ് എക്സെട്ര. ഇവിടെ നിന്ന് ഒരു 2 പോയാൽ പിന്നെ എന്തേ ഉള്ളൂ? n അല്ലേ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ എന്നും അങ്ങോട്ട് എഴുതി കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 8/1000 പവർ നോക്കിക്കേ, -30 എന്നാണ് കിടക്കുന്നത്. -30 പവറിനെ എനിക്ക് പ്ലസ് ആക്കണം. എന്ത് ചെയ്താൽ മതി? മൈനസ് മാറ്റി പ്ലസ് ആക്കാൻ ഇവരെ നേരെ അങ്ങ് തലതിരിച്ച് എഴുതിയാൽ മതി. റെസിപ്രോക്കൽ എടുക്കുന്നു എന്ന് കാണിക്കാനാണ് ഈ മൈനസ് ഇട്ടേക്കുന്നത്. അപ്പം എന്ത് ചെയ്താൽ മതി? മൈനസ് കളയാൻ ഇവരെ തമ്മിൽ വീണ്ടും തലതിരിച്ചങ്ങ് എഴുതിയാൽ മതി. അപ്പം 1000/8 എന്ന് കിട്ടി. അപ്പം നമ്മുടെ പവർ എന്തായിട്ട് മാറി? 30 മാറി. കണ്ടോ? അതായത് ഹരണത്തിൽ കിടന്ന ഒരാളെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? പവർ നെഗറ്റീവായിട്ട് മാറുന്നത്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ഫ്രാക്ഷനാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഫ്രാക്ഷനെ നേരെ റെസിപ്രോക്കൽ ചെയ്താൽ പവർ നമുക്ക് എന്താക്കാം? പ്ലസ് ആക്കാം. പ്ലസ് ആയിട്ട് കിടന്ന ഒരു പവറിനെ മൈനസ് ആക്കാനോ? വീണ്ടും അതിനെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഓൾറൈറ്റ്. ഇനി നോക്കിക്കേ, 8ഉം 1000ഉം തമ്മിൽ വെട്ടാൻ പറ്റുമോ? പറ്റും കേട്ടോ. എന്തുകൊണ്ടാ? നമ്മൾ 8ന്റെ ഹരണ സാധ്യത പഠിച്ചതാണ്. അവസാനത്തെ 3 അക്കം 0മോ അല്ലെങ്കിൽ അവസാനത്തെ 3 സംഖ്യ 8ഉമായിട്ട് ഹരിക്കാൻ പറ്റുന്നതോ ആണെങ്കിൽ, 8ന്റെ ഗുണനമോ ആണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 8ഉമായിട്ട് ഹരിക്കാം. അപ്പൊ അവസാനത്തെ 3 സംഖ്യ 0 അല്ലേ? പെട്ടാലോ? 8 × 1 8. 8 × 1 8 എന്ന് വന്നു. ശിഷ്ടം 2 20. 8 × 2 16. അപ്പൊ 20 ന്ന് 16 പോയാൽ പിന്നെ എത്രയേ ഉള്ളൂ? 4. അപ്പം 4ഉം 0 കൂടെ ചേർത്ത് 40. 8 × 5 ആണ് 40. കണ്ടോ? 125 എന്ന് കിട്ടി. അപ്പൊ എനിക്കിത് എന്ത് എഴുതി കൊടുക്കാം? ഞാൻ തൂത്ത് കളഞ്ഞേ. എന്നിട്ട് 125/30 എന്ന് എഴുതിക്കൂടെ? 125/30 എന്ന് കിട്ടി. പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 5 ആണെങ്കിൽ ഇവിടെയും 5 ആയിരിക്കണം. ശരിയല്ലേ? ഇവിടെ എത്രയാണോ അത് തന്നെ ആയിരിക്കണം ഇവിടെയും കിട്ടേണ്ടത്. 125 എന്ന് പറയുന്നത് എന്താണ്? 5ന്റെ ക്യൂബാണ്. നമ്മൾ പറഞ്ഞതാണ് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ എങ്കിലും ക്യൂബ് പഠിച്ചു വെക്കണം കേട്ടോ. 5ന്റെ ക്യൂബ് 125. അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? 125നെ 5ഉമായിട്ട് LCM കാണുക. 5 × 25 ആണ് 125. വീണ്ടും ഒരു 5 വെച്ച് ചെയ്യുമ്പം നമുക്ക് ഉത്തരം 5 എന്ന് കിട്ടും. സോ 5 × 5 × 5 ആണ് 125. അപ്പൊ 125ന് പകരം എന്ത് എഴുതി കൊടുക്കാം? 5 ക്യൂബ് എന്ന് എഴുതി കൊടുക്കാം. ശരിയല്ലേ? അപ്പൊ ഞാൻ 5/3 × 30 ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ എക്സ്പോണൻസിലെ ഒരു നിയമമാണ് a⁻x × m. ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a⁻x × m എന്ന് എഴുതാം. ബ്രാക്കറ്റ് വന്നാൽ അതിനർത്ഥം ഗുണിക്കാം എന്നാണ്. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്. അപ്പൊ പവറുകളെ തമ്മിൽ ഒന്നിച്ചാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 3 × 30 ചെയ്യണം. ചെയ്യാലോ? 3 × 30 എത്ര വന്നു? 90 എന്ന് വന്നു. കണ്ടോ? അപ്പൊ നമ്മുടെ ആൻസർ ഈ 8/1000 - 30നെ നമ്മൾ എന്താക്കി മാറ്റി? 5/90 എന്നാക്കിയിട്ട് മാറ്റി. ഇവിടെ നോക്കിക്കേ, 5/2 × ഒരു വലിയ സംഖ്യ തന്നിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലോ 5/90. രണ്ടിന്റെയും ബേസ് ഇവിടെ തുല്യമല്ലേ? ബേസ് തുല്യമാണെങ്കിൽ പവറുകളെ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് പവർ ഇക്വേറ്റ് ചെയ്യാലോ. അപ്പൊ 2 × 1 + 2 + 3 എക്സെട്ര അപ് ടു n എന്ന് പറയുന്നത് 90ന് തുല്യമാണ്. ഈ 2നെ അപ്പുറത്തോട്ട് വിടാലോ. 2നെ അപ്പുറത്തോട്ട് വിടുമ്പോൾ എന്ത് വരും? 45 എന്ന് വരും അല്ലെ? 90/2 45. നേരെ പകുതിയായിപ്പോ. ഈ 2 നേരെ ഇങ്ങോട്ട് വരും. 90നെ 2ഉമായിട്ട് ഹരിച്ചാൽ 45.
ഇനി സം ഓഫ് n ടേംസ് നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അതിനകത്ത് പഠിച്ചതാണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? n × n+1/2 പഠിച്ചതല്ലേ? n × n+1/2 ആണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക. അതെന്തിന് തുല്യമാണ്? 45-ന് തുല്യമാണ്. ഈ രണ്ടിനെ ഇങ്ങോട്ട് വിട്ടു. അപ്പൊ എന്തായിട്ട് മാറും? 45 × 2, അതായത് 90 തന്നെ കിട്ടി അല്ലേ? അപ്പൊ ഈ രണ്ടിവിടെ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, വെട്ടിപ്പോയേനെ. അപ്പൊ നോക്കിക്കോ, n × n+1 എന്ന് പറയുന്നത് 90 ആണെന്ന് നമുക്ക് കിട്ടി. n × n+1 90 ആണെങ്കിൽ ഇവരെ ഗുണിക്കാലോ. ഇങ്ങോട്ട് എഴുതാവേ. അപ്പൊ n × n എത്രയാണ്? n² പ്ലസ് n × 1 എത്രയാണ്? n. അതെന്തിന് തുല്യമാണ്? 90-ന് തുല്യമാണ്. ഈ 90-നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. +90 എന്തായിട്ട് മാറും? -90 ആയിട്ട് മാറും. അപ്പൊ n² പ്ലസ് n -90 എന്ന് പറയുന്നത് 0 നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെയാണ് കേട്ടോ. ഇതിനെ സോൾവ് ചെയ്യുന്ന രീതിയൊന്നും നമ്മൾ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. എന്നാലും ഇപ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറയുകയാണ്. അപ്പൊ അതെ, നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നമ്പർ എത്രയാണ്? -90. അവസാനം കിടക്കുന്നത് എപ്പോഴും പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിക്കുമ്പോൾ ഉത്തരമായിട്ട് കിട്ടുന്നതാണ് ഈ സംഖ്യ. -90 എന്ന് ഞാൻ എഴുതി കൊടുത്തു. ഇനി ഈ ഫ്രണ്ടിൽ, അതായത് n എന്ന് പറയുന്ന സംഖ്യയുടെ ഫ്രണ്ടിൽ കിടക്കുന്നതാണ് നമ്മളുടെ തുക എന്ന് പറയുന്നത്. സം എന്ന് എഴുതാം. അപ്പൊ തുക ഇവിടെ എത്രയാ? 1 ആണ് അല്ലേ? സംഖ്യ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം 1 ആണ്. അപ്പൊ +1 ആണ് നമ്മളുടെ തുക കിട്ടേണ്ടത്. അതായത് ഏതോ രണ്ട് സംഖ്യകളെ കൂട്ടുമ്പോൾ 1 എന്നും ഗുണിക്കുമ്പോൾ 90 എന്നും കിട്ടണം. എങ്കിലും രണ്ട് സംഖ്യകളെ ഗുണിച്ചാൽ മൈനസ് എന്ന് ഉത്തരം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ ഒരാള് പ്ലസും ഒരാള് മൈനസും ആയിരിക്കും. നോക്കിക്കേ, -2 × 6 എത്ര വരും? -12 എന്ന് വരും. ശരിയല്ലേ? ഏതെങ്കിലും ഒരാൾക്ക് മൈനസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ -90 എന്നാണ് കിട്ടിയത്. ഇനി നോക്കിക്കേ, -2 + 6 ചെയ്താൽ എത്ര വരും? 6-ൽ നിന്നും 2 കുറയ്ക്കുക, 4 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ശരിയല്ലേ? അപ്പോൾ ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസും ആണെങ്കിൽ ഇൻ എഫക്ട് നമ്മൾ അവിടെ എന്താ ചെയ്യുക? കുറയ്ക്കുകയാണ് ചെയ്യുക. 6-ൽ നിന്നും 2 കുറച്ചാൽ 4 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. 90 കിട്ടണം. നമുക്ക് അവർ തമ്മിൽ കൂട്ടുമല്ല കുറയ്ക്കുകയാണ് ചെയ്യുക. കാരണം ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ഒരാൾ മൈനസ് ആയിരിക്കും. അപ്പൊ 2 പേരെ കുറച്ചാൽ 1 കിട്ടണം, 2 പേരെ ഗുണിച്ചാൽ 90 എന്നും കിട്ടണം. ഏതായിരിക്കും പോസിബിലിറ്റി? 10ഉം 9ഉം പോസിബിൾ അല്ലേ? 10 × 9 എത്രയാണ്? 90 ആണ്. 10-ൽ നിന്നും 9 കുറച്ചാൽ എത്ര വരും? 1 എന്ന് കിട്ടുകയും ചെയ്യും. ഇനി ആരാണ് പ്ലസ് ആരാണ് മൈനസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഗുണിക്കുമ്പോൾ മൈനസ് കിട്ടി, അതായത് ഒരാൾ നെഗറ്റീവ് ആണ്. ഒന്നെങ്കിൽ 10 മൈനസ് ആയിരിക്കും, അല്ലെങ്കിൽ 9 മൈനസ് ആയിരിക്കും. ഇത് നോക്കിക്കേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സൈൻ ഏതാണ്? പ്ലസ് ആണ്. രണ്ട് സംഖ്യകളെ തമ്മിൽ കുറയ്ക്കുമ്പോൾ ഏതാണോ വലിയ സംഖ്യ അതിൻ്റെ സൈനാണ് നമ്മൾ എപ്പോഴും ഉത്തരത്തിന് ഇട്ട് കൊടുക്കുക. അപ്പൊ 10 ഉണ്ട് 9 ഉണ്ട്. 10-ലും 9-ലും വലിയ സംഖ്യ ഏതാണ്? 10 ആണ്. അപ്പൊ 10 ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഉത്തരം പ്ലസ് കിട്ടിയത്. 10 മൈനസ് ആയിരുന്നെങ്കിലോ ഉത്തരം എന്തായി പോയേനെ? മൈനസ് ആയി പോയേനെ. ശരിയല്ലേ? ഇവിടെ പ്ലസ് എന്ന് പറയുന്ന ആള് 10 ആണ്, 9 എന്താണ്? മൈനസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന സൈൻ ഏതാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഉത്തരത്തിനകത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നേ. പെന്നിന്റെ വില എഴുതാൻ പറഞ്ഞാൽ ഇവിടെ +10 ആണെങ്കിൽ നമ്മൾ ഉത്തരം എന്ത് എഴുതും? -10 എന്ന് എഴുതും. ഇവിടെ -9 ആണെങ്കിൽ ഉത്തരം നമ്മൾ എന്ത് എഴുതും? +9 എന്ന് എഴുതും. കണ്ടോ? അപ്പൊ എപ്പോഴും എന്നിന്റെ വില കണ്ടുപിടിക്കാൻ ഈ പ്രോഡക്റ്റ് നോക്കുക. പ്രോഡക്റ്റും ഉണ്ട്, സമ്മും ഉണ്ട്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതോ രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാൽ ഈ ഉത്തരം കിട്ടണം. അതേ രണ്ട് സംഖ്യകളെ തമ്മിൽ കൂട്ടിയാൽ നടുക്ക് കിടക്കുന്ന ഉത്തരം കിട്ടണം. നടുക്ക് കിടക്കുന്ന ഉത്തരം ചെറുതാണെങ്കിൽ അതിന്റെ അർത്ഥം കൂട്ടുമല്ല കുറയ്ക്കുക അവിടെ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് അത് ചെറുതായിപ്പോയി, അല്ലെങ്കിൽ വലിയ സംഖ്യ വന്നേനെ. അപ്പൊ ഇവിടെ നമുക്ക് പ്ലസ് കിട്ടി, ഇവിടെ നമുക്ക് മൈനസ് കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി ഏതോ ഒരെണ്ണം മൈനസ് ആണ്, മറ്റേത് പ്ലസ് ആണ്. 9 × 10 90, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. 90 കിട്ടാൻ വേറെ കുറെ വാല്യൂ ഉണ്ട്, പക്ഷെ രണ്ടും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യണം.
9 ഗുണം 10 90 എന്ന് കിട്ടി. 10ൽ നിന്നും 9 കുറച്ചാൽ നമുക്ക് 1 കിട്ടുകയും ചെയ്യും. അപ്പൊ ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു പോസിബിലിറ്റി അങ്ങോട്ട് എടുത്തു. അപ്പൊ 9 ഗുണം 10 എന്ന് എടുത്തു. ഇനി ആരാണ് പ്ലസ് ആരാണ് മൈനസ് അത് കണ്ടുപിടിക്കാൻ ദേ ഇങ്ങോട്ട് നോക്കണം കേട്ടോ. പ്ലസ് n എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ വലിയ സംഖ്യ പ്ലസ് ആയാൽ മാത്രമേ ഉത്തരം നമുക്കിവിടെ പ്ലസ് കിട്ടുള്ളൂ. അപ്പൊ വലിയ സംഖ്യ ഇതിൽ ഏതാണ്? 10 ആണ്. അപ്പൊ 10ന് ഞാൻ പ്ലസ് 1 കൊടുത്തു, 9ന് ഞാൻ മൈനസ് 1 കൊടുത്തു. ഇനി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്നിന്റെ വില എഴുതുമ്പോൾ നേരെ തിരിച്ച് വേണം എഴുതാൻ. ഓക്കെ, കാരണം നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് n+10 അതുപോലെ തന്നെ n-9 ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ എന്നിന്റെ വില കാണുമ്പോൾ എന്ത് ചെയ്യും? n = +10 അപ്പുറത്ത് പോകുമ്പം -10 ആയിട്ട് മാറും, -9 അപ്പുറത്തോട്ട് പോകുമ്പം +9 ആയിട്ട് മാറും. ഇങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എത്ര വരും? 9 എന്നാണ് വരിക. കാരണം നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല, നമ്മൾ എപ്പോഴും പ്ലസ് നമ്പേഴ്സേ എടുക്കുള്ളൂ. അപ്പൊ ഇവിടെ ഉത്തരം എത്രയാണ്? 9 ആണ്. അപ്പൊ ഇതിന്റെ വില കാണാൻ എന്നിന്റെ വില എത്രയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 9 ആണ്. ഇത്രയും വലിയ വലിയ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ കഴിവതും അറ്റൻഡ് ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം ഒരുപാട് സമയം പോകും. ഇത്രയൊന്നും ചെയ്യാനുള്ള സമയം നമുക്ക് എക്സാമിന് കിട്ടില്ല. ഇനി ഇതിന് എന്തെങ്കിലും ഷോർട്ട് കട്ട് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം നമ്മളൊക്കെ ഈ രീതിയിൽ തന്നെയാണ് ചെയ്തു പഠിച്ചതും ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇതിന് എന്തെങ്കിലും ഷോർട്ട് കട്ട് മെത്തേഡ് അവൈലബിൾ ആണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡു കമന്റ് ഇറ്റ്. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അധിക സമയം അതിൽ ചെലവാക്കി കളയാതിരിക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം സോൾവ് ചെയ്യുക. നമ്മുടെ ഉത്തരം എത്രയാണ്? 9. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനും ഫാക്ടറൈസേഷനും ഒക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ക്ലാസ് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം എന്താണെങ്കിലും ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ചെയ്ത് പഠിക്കണം. PSC മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒപ്പം നമ്മളും കൂടെ മാറാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓടിയെത്താതെ വരും കേട്ടോ. അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പരീക്ഷയൊക്കെ എഴുതുക. ഇനി പരീക്ഷയുടെ ഒരു സുവർണ്ണ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. മാത്സ് നല്ല ബേസിൽ നിന്ന് തന്നെ പഠിക്കുക. 20 മാർക്ക് നിങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടെ കൊടുക്കുക. ഓക്കെ, മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.